السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഒരു റമദാനിന് കൂടി സാക്ഷികളാകുവാൻ അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിച്ചു. പടച്ച റബ്ബ് അല്ലാഹുവിന്റെ ഈ പരിശുദ്ധമായ മസ്ജിദിൽ നമ്മളൊക്കെ ഈ ളുഹർ നമസ്കരിക്കാൻ വേണ്ടി റമദാനിന്റെ 1000 പുണ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരും നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്ക് ഒന്ന് നോക്കിയാൽ, ഒരു സെക്കൻഡ് ഒന്ന് നോക്കിയാൽ, ആ വാച്ചിന്റെ സെക്കൻഡ് സൂചി അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ആ സെക്കൻഡ് സൂചിയുടെ അതിവേഗത സമയത്തെ മാത്രമല്ല കുറിക്കുന്നത്, അത് ഓരോ സെക്കൻഡും മുൻപോട്ട് പോകുന്തോറും ഓരോ സെക്കൻഡിലും ലോകത്ത് നമ്മെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന 2 മനുഷ്യർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സെക്കൻഡ് സൂചി 1 മിനിറ്റിലേക്ക് എത്തുമ്പോൾ 120 മനുഷ്യരാണ് ലോകത്ത് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് യാത്രയാകുന്നത്. അത് ഒരു ദിവസമാകുമ്പോൾ 1,70,000 മനുഷ്യർ മുതൽ 72,000 മനുഷ്യർ വരെ ഈ ലോകത്ത് നിന്ന് അല്ലാഹുവിലേക്ക് യാത്രയായി കൊണ്ടിരിക്കുമ്പോൾ 2026 പരിശുദ്ധ റമദാനിലും നമുക്ക് നോമ്പനുഷ്ഠിക്കുവാനും, ഇനി ഒരുപക്ഷെ നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിന് സാക്ഷികളാകുവാൻ അല്ലാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിച്ചു. സഹോദരങ്ങളെ, ഞാനിത് ആമുഖമായി ഉണർത്തിയത് ഇത്തരണത്തിൽ പരിശുദ്ധമായ ഈ റമദാനിനെ ആഗ്രഹിച്ചിരുന്നവരിൽ പലരും റമദാനിന്റെ തൊട്ടുമുന്നിൽ അവരൊക്കെ യാത്രയായപ്പോ നാം ഈ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ആരോഗ്യം കൊണ്ടോ, ആരോഗ്യ മേഖലയിൽ നാം ശ്രദ്ധിക്കുന്ന നമ്മുടെ ശാരീരികമായ ശ്രദ്ധ കൊണ്ടോ
അല്ലെങ്കിൽ നമ്മുടെ മിടുമിടുക്ക് കൊണ്ടോ അല്ല സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച ഒരു സമയവും അവസരവും സന്ദർഭവുമുണ്ട്. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഉണർത്തുന്നുണ്ട്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. ഓരോ മനുഷ്യരെയും മരണത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹു പൂർണ്ണമായും അവരുടെ ആത്മാവിനെ പിടിച്ചെടുക്കും. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. എന്നാൽ മരണപ്പെട്ടു പോകാത്ത മനുഷ്യരെ നാം ഇന്നലെ രാത്രി തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് നിദ്രയിലേക്ക്, ഉറക്കത്തിലേക്ക് നീണ്ടു. ആ ഉറക്കത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. നമ്മുടെ മനാമിൽ, നമ്മുടെ ഉറക്കത്തിൽ അല്ലാഹു നമ്മുടെ ആത്മാവിനെ പിടിച്ചു വെച്ചു. ഇന്നലെ രാത്രി നാം ഉറങ്ങിയപ്പോ അല്ലാഹു നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും പിടിച്ചെടുത്തുവെങ്കിൽ ഇന്ന് മുഹർ നമസ്കാരത്തിനോ പ്രഭാത നമസ്കാരത്തിനോ നാം ഉണ്ടാവുകയില്ല. നമ്മുടെ തൊട്ടടുത്ത മഹലിൽ നമുക്ക് വേണ്ടി ഒരു ഖബർ ഒരുങ്ങുമായിരുന്നു സഹോദരങ്ങളെ. എന്നിട്ട് വീണ്ടും അല്ലാഹു അതിനോട് അടുത്തു പറഞ്ഞു, എന്നാൽ ആ ഉറക്കത്തിൽ നിന്ന് ചില മനുഷ്യരെ ഞാൻ എഴുന്നേൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവരുടെ ജീവിതം ഇലാ യൗമിൽ ഖിയാമ എന്നല്ല അല്ലാഹു പറഞ്ഞത്, ഇലാ അജലിൻ മുസമ്മ. അല്ലാഹു നമ്മളെ പ്രസവിച്ച സമയത്ത് നമ്മുടെ ജനന തീയതി നമുക്കറിയാം. ആ ജനന തീയതിയോടടുത്ത് നമ്മുടെ മരണ തീയതിയും അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു അവധിയിലേക്ക് നമ്മെ നീക്കിക്കൊണ്ടുപോവുകയാണ് സഹോദരങ്ങളെ. ആമുഖമായി നമ്മുടെ വിയോഗത്തെ കുറിച്ച്, മരണത്തെ കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയത് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നതിന് മരണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ വളരെയധികം അർത്ഥവത്താകും സഹോദരങ്ങളെ. കാരണം അല്ലാഹുവിന്റെ റസൂല് നമസ്കരിക്കാൻ വേണ്ടി, ഇതുപോലെ ളുഹർ നമസ്കരിക്കാൻ വേണ്ടി റസൂലും സ്വഹാബത്തും ഒക്കെ വന്നു നിന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അവരെ അഭിമുഖമായി നിന്നുകൊണ്ട് റസൂൽ അവരെ ഓർമ്മപ്പെടുത്തും, സല്ലി സ്വലാത്ത മുവദ്ദിൻ. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നമസ്കാരമാണ്. ഇനി ഒരു നമസ്കാരത്തിന് നാം ഇല്ല എന്ന ഒരു ഉണർത്തൽ അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ആ ഉപദേശം ഇന്നും അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് ഉപദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ? ഹയ്യ അലസ് സ്വലാഹ് എന്ന് അല്ലാഹു വിളിച്ചപ്പോ, ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വാ എന്ന് അല്ലാഹു വിളിച്ചപ്പോ നമ്മൾ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി. ഞാൻ ഈ ളുഹർ നമസ്കാരത്തോടുകൂടി ഞാൻ എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ സുഹൃത്തുക്കളിൽ നിന്നും യാത്ര പോകുന്നുണ്ട്. എന്റെ അവസാനത്തെ നമസ്കാരമാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് പരിശുദ്ധ റമദാനിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഒരു അവസരമാണ്. ഇനി ഒരു പക്ഷേ അടുത്ത റമദാനിൽ എന്റെ ഭൗതിക ശരീരം മണ്ണിനോട് അലിഞ്ഞു ചേർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് പറയപ്പെടുമെന്നല്ലാതെ അടുത്ത വർഷം ഒരുപക്ഷേ നമ്മുടെ എല്ലായെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സഹോദരങ്ങളെ? അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഒക്കെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമുഖമായി ഞാനിത് ഉണർത്തിയത് മരണചിന്ത, പരിശുദ്ധമായ റമദാനിന്റെ ലക്ഷ്യം എന്ന ഒരു വിഷയമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ റമദാനിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് നാം അനുഷ്ഠിക്കുന്ന ഈ ഉപവാസത്തിന്റെ പിന്നിലെ ഒരു ലക്ഷ്യമുണ്ട്. കാരണം നമ്മുടെ ചെറിയ മക്കൾ, 3-4 വയസ്സുള്ള മകള് പാതിരാവിലെ എഴുന്നേറ്റ് ഉപ്പ നമസ്കരിക്കുന്നത് കാണുമ്പോ, ഉമ്മ നമസ്കരിക്കുന്നത് കാണുമ്പോ ആ ചെറിയ മകൻ ചോദിക്കും, ഉമ്മച്ചി എന്തിനാണ് നമസ്കരിക്കുന്നത്? അപ്പോ ആ ഉമ്മ മറുപടി പറഞ്ഞു കൊടുക്കുന്നു, മോനെ, ഈ സൂര്യൻ ഉദിപ്പിക്കുന്ന ഈ ഉമ്മയുടെ ഉദരത്തിൽ നിന്നെ ഘട്ടം ഘട്ടമായി വളർത്തിയ ഒരു സൃഷ്ടാവുണ്ട് മോനെ.
ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിലുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമസ്കരിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, നാം അനുഷ്ഠിക്കുന്ന ഈ നോമ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നാം ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും 30-ഉം 40-ഉം റമദാൻ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. 2026-ലും അല്ലാഹു നമുക്ക് അവസരം നൽകി. റമദാനിന്റെ മാസപ്പിറവി ദർശിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കുളിച്ചു വൃത്തിയായി ഇശാ നമസ്കാരത്തിനും തറാവീഹ് നമസ്കാരത്തിനും വരും. ഇടയത്താഴം കഴിക്കും. ഇതുപോലെ ഖുർആൻ ക്ലാസുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും. പരിശുദ്ധ റമദാൻ പൂർണ്ണമായി ഈദുൽ ഫിത്തറിലേക്ക് നാം പ്രവേശിക്കും. ഒരുപാട് റമദാൻ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്കും എൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന സ്വകാര്യമായ ഒരുപാട് ചെയ്തികൾ എൻ്റെ കൈവശമുണ്ട്, തെറ്റുകുറ്റങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അതിൽ നിന്ന് മുക്തമാകാൻ, അതിൽ നിന്ന് സുരക്ഷിതമാകാൻ റമദാൻ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? നാം ചിന്തിക്കേണ്ടത്, പരിശുദ്ധ റമദാൻ ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഈ 4ാമത്തെ ദിവസം എത്തുമ്പോഴും നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം നഫ്സിനോട്, സ്വന്തം ഹൃദയത്തോട് ചോദിക്കേണ്ടത്, ഇത് വെറും പട്ടിണി മാത്രമാണോ? വെറും ഒരു ഉപവാസം മാത്രമാണോ? എന്റെ ചിന്തയിൽ, എന്റെ നോട്ടത്തിൽ, എന്റെ സംസാരത്തിൽ, എന്റെ വാഹനം ഓടിക്കുന്നതിൽ, എന്റെ ഭാര്യയോട് മക്കളോടുള്ള പെരുമാറ്റത്തിൽ, എന്റെ കച്ചവടത്തിൽ, എന്റെ ഉദ്യോഗത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ബോധം, പടച്ചവൻ കാണുന്നുണ്ടെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകുന്നുള്ള സഹോദരങ്ങളെ? നമ്മളിന്ന് പള്ളിയിലേക്ക് വാഹനം ഓടിച്ചു വന്നപ്പോ തൊട്ടുപുറകിൽ നിന്നൊരാൾ ശക്തമായി ഹോണടിച്ചാൽ റമദാനിന്റെ മൂല്യമായ തഖ്വ അവിടെ ഉടഞ്ഞു വീഴുന്നതാണോ? ഭാര്യ നമ്മളോടൊന്ന് കയർത്ത് സംസാരിക്കുമ്പോ നമ്മുടെ തഖ്വ അവിടെ തകർന്നു പോകുന്നതാണോ? ഓടി നടന്നിരുന്ന നമ്മുടെ ഉപ്പ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ബെഡിൽ തന്നെ മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ഒക്കെ ചെയ്ത് 5 മക്കളുണ്ടായിട്ടും എന്റെ ഉപ്പ എന്റെ കൂടെയാണ് കഴിയുന്നത്. ആ മനുഷ്യനോട് നീരസത്തോട് സംസാരിക്കുന്ന സംസാരമാണോ എന്റെ തഖ്വ? നമ്മുടെ കീഴിലുള്ള ജീവനക്കാരോട് മറ്റു മാർഗങ്ങളൊന്നുമില്ല. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി വന്നു. ആ സ്ഥാപനത്തിലെ ജീവനക്കാരനോട് അല്ലാഹു പറഞ്ഞതുപോലെ ഈ പരിശുദ്ധ റമദാനിന് ലക്ഷ്യമാകുന്ന തഖ്വയോട് കൂടിയിട്ടാണോ, ആ മൂല്യവത്തായ സ്വഭാവ സംസ്കരണമാണോ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ സത്യത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് നാം കരയണം. നമുക്കൊരു പരിവർത്തനവും ഉണ്ടായിട്ടില്ല. അവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു പറഞ്ഞു, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. ചില മനുഷ്യരുടെ ഹൃദയങ്ങൾ അല്ലാഹു സീൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നോമ്പ് വന്നാലും, സകാത്ത് വന്നാലും, ഹജ്ജ് വന്നാലും, ഓരോ കർമ്മങ്ങളിലും അവർ വളരെ മുൻപന്തിയിലുണ്ടാകും. പക്ഷേ അവരിലൊരു മാറ്റവും ഒരു പരിവർത്തനവും ഉണ്ടാവുകയില്ല. അല്ലാഹു പറഞ്ഞു, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അവരുടെ കാഴ്ചയ്ക്കും അവരുടെ ഹൃദയത്തിനും അവരുടെ ചിന്താഗതിക്കും അല്ലാഹു ഒരു മറയിട്ടിരിക്കുന്നു. ഈ സന്മാർഗത്തിന്റെ വെളിച്ചവും ഈ പരിശുദ്ധ ഖുർആനിന്റെ നൂറും പരിശുദ്ധ റമദാനിന്റെ തഖ്വയും അത്തരം മനസ്സുകളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലാതെ ഒരു തരം മറ എന്റെ ഹൃദയത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അങ്ങനെ ഒരു മറ ഇട്ടിട്ടുണ്ടോ? ആ മറ ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന നമസ്കാരത്തിൽ പറയുമ്പോൾ, അല്ലാഹുവേ എനിക്കും
എന്റെ മാതാപിതാക്കൾക്കും എന്റെ പൊന്നുമക്കൾക്കും പട്ടിണിയില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ അവസരം നൽകിയ റബ്ബേ, അൽഹംദുലില്ലാഹ്. ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്തുതി അവരുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകും. ആ ഒരു സ്തുതി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ശുക്ർ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു മുദ്ര വെച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം 10ഉം 40ഉം റമദാൻ നമുക്ക് കിട്ടിയിട്ടും എനിക്കും എന്റെ റബ്ബിനും മാത്രം അറിയാവുന്ന അരുതായ്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, സ്വകാര്യ തിന്മകളിൽ നിന്ന് ഒരു മാറ്റവും നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ അല്ലാഹു നമ്മെ വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മളോട് പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. അല്ലാഹു ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും റബ്ബെടുത്ത് മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം ഞാൻ മാറാൻ തയ്യാറാകാത്തത്, സ്വയം ഞാൻ ജീവിതത്തെ തിരുത്താൻ തയ്യാറാകാത്തിടത്തോളം കാലം ഭാര്യയോട് പലപ്പോഴും പരുഷമായി സംസാരിക്കും, മക്കളോട് പരുഷമായി സംസാരിക്കും. ഞാൻ വാഹനം ഓടിച്ചു വരുമ്പോൾ, നോമ്പുകാരനായിട്ട് വരുമ്പോൾ ശക്തമായി ഹോണടിച്ച്, എന്നാൽ തൊട്ടടുത്ത ഹൈന്ദവ സഹോദരൻ അല്ലെങ്കിൽ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തി സമാധാനത്തോടെ വാഹനം ഓടിച്ചു പോകുന്നു. അവിടെ നാം ചിന്തിക്കേണ്ടത്, നോമ്പുകാരനായ എന്നിൽ തഖ്വയുടെ ഒരു മൂല്യവും ഇല്ലയോ? അവിടെയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധ റമദാനിന്റെ അകക്കാമ്പ്, പരിശുദ്ധ റമദാനിന്റെ ലക്ഷ്യം എന്താണെന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ റമദാൻ ആയത് മുതൽ വിശുദ്ധ ഖുർആനിൽ നാം കേൾക്കുന്ന ഒരു വചനം, നമുക്കൊക്കെയും സുപരിചിതമായ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ. അല്ലയോ മനുഷ്യരെ എന്നല്ല അല്ലാഹു വിളിച്ചത്, അല്ലയോ വിശ്വാസികളെ, അല്ലയോ മുഅ്മിനീങ്ങളെ. കുതിബ അലൈക്കുമുസ് സിയാം. നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് മാത്രമല്ല, പൂർവികരായ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഹൂദ് നബിയുടെയും ആദം നബി അലൈഹിസ്സലാമിന്റെയും ഒക്കെ ജനതയ്ക്ക് അല്ലാഹു നോമ്പ് ഇതുപോലൊരു ഉപവാസം നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാണ് ഈ നോമ്പിന്റെ പിന്നിലെ ലക്ഷ്യം? ലഅല്ലകും തത്തഖൂൻ. നമ്മൾ തഖ്വയുള്ളവരാകാൻ, നമ്മൾ ദൈവബോധമുള്ളവരാകാൻ നാം ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, നാം നോമ്പനുഷ്ഠിക്കുമ്പോഴും ഒരുപാട് സഹോദര സമുദായ അംഗങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്. അവരും ഈ റമദാനിലെ 30 നോമ്പ് അവരും അനുഷ്ഠിക്കുന്നുണ്ട്. അവർ അതിന്റെ ആരോഗ്യപരമായ നേട്ടങ്ങളാണ് അതിന്റെ പിന്നിൽ അവർ ആഗ്രഹിക്കുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ക്ലാസ് നയിച്ചിരുന്നത് നോമ്പും ആരോഗ്യശാസ്ത്രവും എന്നതിനെ സംബന്ധിച്ചാണ്. കാരണം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ റമദാൻ ആകുന്നതിന് മുമ്പ് എന്റെ ശരീരത്തിന് ചില കൊളസ്ട്രോൾ ഉണ്ട്, ഒരു ഭാരമുണ്ട്, അല്ലെങ്കിൽ എന്റെ കുറച്ച് വയറുണ്ട്. അതുപോലെ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിലൂടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ച് കളയാനുള്ള കഴിവ് ഈ ഉപവാസത്തിനുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ നമ്മുടെ നോമ്പിന്റെ പിന്നിലെ ലക്ഷ്യം ഈ ഭൗതികമായ ലക്ഷ്യമാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അടർന്നു മാറി. നമ്മുടെ ലക്ഷ്യം എന്താണ്? മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സാമ റമദാന, ഒരാൾ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നു. എങ്ങനെയാണ്? ഈമാനൻ, വിശ്വാസത്തോടുകൂടി. സഹോദര സമുദായ അംഗങ്ങൾ നോമ്പ് പിടിക്കുന്നത് പോലെ അല്ല സഹോദരങ്ങളെ. എന്റെ ശ്വാസം നിലച്ചു പോയാൽ എന്റെ നോമ്പും എന്റെ നമസ്കാരവും എന്റെ സക്കാത്തും എന്റെ ഹജ്ജും എന്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാകണം. എന്റെ സമ്പത്തും എന്റെ വിഭവങ്ങളെല്ലാം എന്റെ കുടുംബക്കാർ ഓഹരിച്ചുകൊണ്ട് പോകുമ്പോ നമുക്കാകെയുള്ള പാതയും നമ്മുടെ കർമ്മങ്ങളാണ്.
ഈ കർമ്മങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നോമ്പിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ലഅല്ലകും തത്തഖൂൻ, നമ്മൾ തഖ്വയുള്ളവരാവുക എന്നുള്ളതാണ്. നാം നമ്മുടെ തഖ്വയെ പരിശോധിക്കേണ്ടത്. നമസ്കാരം കഴിഞ്ഞ് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ ചെരുപ്പ് അവിടെ കാണുന്നില്ല. അവിടെ നമ്മുടെ തഖ്വയുടെ അടയാളം നമുക്ക് പുറത്തേക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ വീടിന്റെ പരിസരത്തിലുള്ള എല്ലാ ആൾക്കാരെയും കല്യാണം വിളിച്ചു, പക്ഷേ എന്നെ വിളിക്കാൻ വിട്ടുപോയി. എനിക്ക് ചെറിയ നീരസവും വേദനയൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ വന്നപ്പോ വിട്ടുപോയതാണ്. പക്ഷെ ആ മനുഷ്യൻ സോറിയും സമാധാനവും പറഞ്ഞാലും നമ്മുടെ മനുഷ്യന് പുറത്തു കൊടുക്കില്ല. ആ മനുഷ്യന് നാം പ്രത്യേകം അണ്ടർലൈൻ ചെയ്യും. അവിടെയാണ് നമ്മുടെ തഖ്വ നമ്മൾ പരിശോധിക്കേണ്ടത് സഹോദരങ്ങളെ. ഞാനിത് പറയാൻ കാരണം, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമദാനിൽ ഒരു സഹോദരനും ഒരു സഹോദരിയും തമ്മിൽ എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ റമദാൻ ഒരു 20 കഴിയുമ്പോ നമസ്കാരത്തിലും സൂക്ഷ്മതയും ഭർത്ത ധരിച്ച ആ സഹോദരി സ്വന്തം സഹോദരന്റെ വീട്ടിൽ ഐസ്ക്രീമിൽ വിഷം കലർത്തി ആ വീട്ടിലേക്ക് കൊണ്ടുകൊടുത്തിട്ട് ആ വീട്ടിലെ പൊന്നുമകൻ, നോമ്പില്ലാത്ത മകൻ ആ ഐസ്ക്രീം കഴിക്കുകയും ഇടഞ്ഞു മരണപ്പെടുകയും ചെയ്ത വാർത്ത നമ്മളൊക്കെ ഈ പത്രത്തിൽ വായിച്ചു. നമ്മൾ ചേർന്ന് നമസ്കരിക്കുമ്പോഴും നമ്മുടെ ശരീരങ്ങളെല്ലാം ചേർന്ന് നമസ്കരിക്കുമ്പോഴും സത്യത്തിൽ നമ്മുടെ മനസ്സുകൾ അകലങ്ങളിലേക്കാണ് സഹോദരങ്ങളെ പോകുന്നത്. നമ്മൾ നമസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്ത ഒരാളിലേക്കൊന്ന് കൈ കൊടുത്ത് അസ്സലാമു അലൈക്കും പറയാൻ ലോകത്തിന്റെ പ്രവാചകൻ ഉണർത്തിയില്ല. പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നിന്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ, പലപ്പോഴും നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് പോലെ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് പോലെ നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു രീതിയാണ് സഹോദരങ്ങളെ. എന്നാൽ തിരുവനന്തപുരം വിട്ട് നമ്മൾ കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അപരിചിതനായ ഒരാളെ കണ്ടാൽ അവർ കൈപിടിക്കും. നോമ്പ് തുറന്നിട്ട് പോകാമെന്ന് പറയും. നോമ്പ് തുറക്കാൻ വേണ്ടി അയാൾക്ക് ആദ്യം ആ ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുക്കും. ഇവിടെയാണ് നമ്മുടെ ജീവിതം സത്യത്തിൽ ഒരു അഭിനയ ജീവിതമാണോ, അതോ വിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുന്ന മാർഗരേഖ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് സഹോദരങ്ങളെ. 2 സഹോദരങ്ങൾ ഒരുമിച്ച് കച്ചവടം ചെയ്തു. ആ കച്ചവടം കോവിഡാനന്തരം കച്ചവടം വലിയ തകർച്ചയിലേക്ക് പോയി. അങ്ങനെ കച്ചവടം തകർന്നു കഴിഞ്ഞപ്പോ മൂത്ത ജ്യേഷ്ഠന്റെ മേൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ചാർത്തപ്പെട്ടു. പിന്നീട് ഈ സഹോദരങ്ങൾക്കിടയിൽ അകലങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ഈ അനുജന്റെ മകളുടെ വിവാഹ സമയമായപ്പോ അയൽവാസികളെയും പരിസരവാസികളെയും ഒക്കെ ക്ഷണിച്ചിട്ടും ഈ ജ്യേഷ്ഠനെ വിളിക്കാത്തത് കൊണ്ട് എന്റെ അനുജന്റെ മകളുടെ കല്യാണമല്ലേ. ആ ജ്യേഷ്ഠന്റെ ഹൃദയത്തിലുണ്ടായിരുന്നത് ഈ ബന്ധം മുറിഞ്ഞാൽ എന്റെ നമസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം വൃന്ദാവിലായി പോകുമെന്ന് ബോധ്യമുള്ള ആ ജ്യേഷ്ഠൻ അനുജന്റെ മകളുടെ കല്യാണത്തിന്റെ ആ എൻഗേജ്മെന്റിന് വിളിക്കാതെ തന്നെ പോയി. കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തു. കല്യാണത്തിന്റെ 1 ആഴ്ചക്ക് 2 ആഴ്ചക്ക് മുമ്പ് ജ്യേഷ്ഠനെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കാം, ഞാൻ താങ്കളുടെ കല്യാണത്തിന് വിളിക്കുന്നില്ല, താങ്കൾ വരികയും വേണ്ട. ഈ അനുജൻ ജ്യേഷ്ഠനോട് സംസാരിക്കുന്നു. പക്ഷേ ജ്യേഷ്ഠന്റെ ഹൃദയത്തിൽ ഒരുപാട് നീറ്റലുകളും വേദനകളും ആവലാതിയും സങ്കടവും ഒക്കെ ഉണ്ടായി. ഇത് ഭാര്യയും മക്കളും ഒക്കെ അറിഞ്ഞു. കല്യാണത്തിന്റെ അന്ന് അദ്ദേഹം വസ്ത്രം ധരിച്ച് കുളിച്ചിറങ്ങി വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഭാര്യയും മക്കളും ചോദിച്ചു, നാണില്ല മനുഷ്യ, നിങ്ങളുടെ അനുജൻ നിങ്ങളോട് വരരുത് എന്ന് ആ വാട്സാപ്പ് സന്ദേശം ഞങ്ങളും കേട്ടു, നിങ്ങളോടല്ലേ പറഞ്ഞത്. അപ്പോഴാണ് ആ ജ്യേഷ്ഠൻ പറഞ്ഞത്, ഇതെല്ലാം കാണുന്ന ഒരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ അനുജന്റെ ഒരു മകളുടെ വിവാഹത്തിന് പോകുന്നത്. ആ
ആ വിവാഹത്തിനെല്ലാം പങ്കെടുത്തിട്ട് കെട്ടിപ്പിടിച്ച് അനുജനോട് സംസാരിച്ചപ്പോഴാണ് ആ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും അനുരാഗവും ഉണ്ടായത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നോമ്പും നമസ്കാരവും ഒക്കെയായി ജീവിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ അയൽവാസികൾ എന്തെങ്കിലും ഒരു ചെറിയ സൗന്ദര്യ പ്രശ്നം ഉണ്ടായാൽ അത് ഹൃദയത്തിൽ പിശാച് വലിയ ഗോപുരങ്ങൾ സൃഷ്ടിക്കും. നീ അങ്ങോട്ട് വിളിക്കണ്ട, നീ അങ്ങോട്ട് ബന്ധപ്പെടണ്ട. റമദാൻ ശരി തന്നെ, ഈ നോമ്പ് സ്വീകരിച്ചില്ലെങ്കിലും നിന്റെ സഹോദരിയുമായി നിനക്കൊരു ബന്ധവും വേണ്ട എന്ന് പിശാച് നമ്മുടെ ഹൃദയത്തിൽ ബോധനം നൽകും. അവിടെ വിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിലൂടെ അല്ലാഹു നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞത് അയൽവാസികളോ അല്ലെങ്കിൽ ആദർശ വിരോധികളോ ആയ ആൾക്കാരായിരുന്നില്ല. ആരായിരുന്നു? സ്വന്തം കൂടപ്പിറപ്പുകളാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞത്. അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഘട്ടം ഘട്ടമായി വളർത്തിയെടുത്ത് ഈജിപ്തിന്റെ അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നു. കാലമേറെ കഴിഞ്ഞ് നല്ല കറുകറുത്ത താടിയും ശരീരവും ഉണ്ടായിരുന്ന എന്റെ ഇക്കാമ വെളുത്തു നരച്ച് ക്ഷയിച്ച് ആ സഹോദരന്മാര് ഈജിപ്തിലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി വരുമ്പോ യൂസുഫ് അലൈഹിസ്സലാം എന്റെ ഇക്കാമാരെ തിരിച്ചറിഞ്ഞു. ഇതെന്റെ ഇക്കാമാരാണെന്ന് തിരിച്ചറിഞ്ഞു. വേണമെങ്കിൽ എന്നെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞ കൊല്ലാൻ ശ്രമിച്ച എന്റെ ജ്യേഷ്ഠന്മാരെ കഷണങ്ങളായി മുറിച്ചറിയാൻ പറഞ്ഞാൽ അധികാരികൾ തയ്യാറാകും. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു സഹോദരനുണ്ട്, അവനെ ചെറിയ പ്രായത്തിൽ ചെന്നായെ പിടിച്ചു, അവരറിയുന്നില്ല യൂസുഫ് അലൈഹിസ്സലാമാണ് എന്ന്. പക്ഷെ മടങ്ങി പോകാൻ നേരത്ത് പറഞ്ഞു, ഇനി മടങ്ങി വരുമ്പോ ബിന്യാമീൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, ആ സഹോദരനെ കൂടെ കൂട്ടി വരണം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും ഇളയ യാക്കൂബ് അലൈഹിസ്സലാമിന് 2 ഭാര്യമാരാണ്. ഒരു മാതാവിൽ 10 മക്കളും മറ്റൊരു മാതാവിൽ 2 മക്കളും. ആ ഇളയ കുഞ്ഞരിനെ കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു, ഇനി വരുമ്പോ യൂസുഫ് നബി ബിന്യാമീനെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടില്ല, ധാന്യം കിട്ടില്ല. യാക്കൂബ് അലൈഹിസ്സലാമിനോട് ചില സങ്കടം പറഞ്ഞു. അടുത്ത പ്രാവശ്യം ബിന്യാമീനെയും കൂട്ടി. പക്ഷേ സാധനങ്ങൾ വാങ്ങി മടങ്ങി പോകാൻ നേരത്ത് ഞങ്ങളുടെ രാജാവിന്റെ അളവ് പാത്രം നഷ്ടമായി. അവര് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ മോഷണം നടത്തുന്നവരല്ല, ഞങ്ങളുടെ പിതാവ് സ്വാത്വികനായ ഒരു നല്ല മനുഷ്യനാണ്. ഇല്ല, നിങ്ങളുടെ ഈ സാധനങ്ങൾ ഞങ്ങളോട് സെർച്ച് ചെയ്യണം. ബിന്യാമീനിന്റെ പാക്കറ്റിൽ നിന്ന് ആ അളവ് മാത്രം കിട്ടി. സ്വന്തം ആ സഹോദരനെ ഒരു ദിവസം ഒന്ന് പിടിച്ചു വയ്ക്കാൻ, കൂടെ താമസിക്കാൻ. അങ്ങനെ അവർ മടങ്ങിപ്പോയിട്ട് തിരിച്ചു മടങ്ങി വരുമ്പോ അവർക്ക് മനസ്സിലാകുന്നു, വർഷങ്ങൾക്ക് മുമ്പ് നാം പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞ യൂസുഫാണ് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന്. ആ ചരിത്രം സുപരിചിതമാണ് സഹോദരങ്ങളെ. ആ സഹോദരങ്ങൾ ഇപ്രകാരം ക്രൂരമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും യൂസുഫ് നിന്നെ അല്ലാഹു അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം കുടുംബ ബന്ധത്തിന്റെ പവിത്രത സൂറ യൂസുഫിലൂടെ പരിശുദ്ധ റമദാനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീം. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേൽ ഒരു ആക്ഷേപവുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീം, അവൻ പരമകാരുണ്യകരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണ്. സഹോദരങ്ങളെ, ഞാനൊരു കഥ പറഞ്ഞ് നിങ്ങളെ അവതരിപ്പിച്ചതല്ല. നമ്മുടെ നോമ്പും നമ്മുടെ ഉപവാസവും നമ്മുടെ സക്കാത്തും നമ്മുടെ ദാനധർമ്മങ്ങളും ഒക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ കുടുംബ ബന്ധം മുറിക്കപ്പെട്ട രൂപത്തിലാണ് നമ്മൾ നോമ്പുകാരെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുകയില്ല. സഹോദരങ്ങളെ, ആ ഒരു തിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അഥവാ ഒരു മുഅ്മിൻ എന്ന് പറയുന്നത്
ഇണക്കമുള്ളവനും ഇണക്കപ്പെടുന്നവനുമാണ്. നമസ്കരിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ലാതെ പോകുന്ന വ്യക്തിയല്ല. മനുഷ്യരുമായി, കുടുംബ ബന്ധങ്ങളുമായി, സഹോദരങ്ങളുമായി പരസ്പരം ഇണങ്ങി കഴിയുന്നവരാണ്. നാം സകാത്ത് ഫണ്ടിലേക്ക് കൊടുക്കുമ്പോ നമ്മുടെ അനുജത്തി വല്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. നാട്ടിലെ വേണ്ടപ്പെട്ടവർക്കെല്ലാം നാം ദാനം ചെയ്യുമ്പോഴും എന്റെ സ്വന്തം കൂടപ്പറപ്പിന് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് കയ്യടി കിട്ടില്ല. അവിടെ നാം സ്വന്തം സഹോദരിയെ നാം അവഗണിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അവരും അതിന്റെ അവകാശികളാണ്. അവരെ വേണ്ടുന്ന രൂപത്തിൽ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. പരിശുദ്ധ റമദാനിന്റെ പിന്നിലെ അകക്കാമ്പ് എന്ന് പറയുന്നത് തഖ്വയാണ്. അഥവാ നമ്മുടെ കഠിനമായ ഈ ഹൃദയം ലാളിത്യത്തിലേക്ക് വരണം, വിനയത്തിലേക്ക് വരണം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊരു സ്നേഹവും അനുരാഗവും വല്ലാത്ത കുടുംബ ബന്ധത്തെക്കുറിച്ചും സഹോദര ബന്ധത്തെക്കുറിച്ചുമുള്ള ദയാവായ്പ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകണം. പരിശുദ്ധ റമദാനിന്റെ 4 ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ ഹൃദയത്തിൽ ഒരു ചലനവും ഉണ്ടാകുന്നില്ല എങ്കിൽ ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തിയതുപോലെ ഹൃദയത്തിന് അല്ലാഹു മൂടി വെച്ചിട്ടുണ്ടോ, ഒരു മറയിട്ടിട്ടുണ്ടോ എന്ന് നാം നമ്മെ പരിശോധിക്കണം സഹോദരങ്ങളെ. മഹാനായ അലി റളിയല്ലാഹു അൻഹു തഖ്വയുടെ മാതൃകയായി കൊണ്ടൊരു 4 ഉപദേശം നമുക്ക് പറഞ്ഞു തന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ വൽ ഖനാഅതു യുഖഫി. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്, പേടിയാണ്. പടച്ചവനെ കുറിച്ചുള്ള പേടിയാണ്. എന്തെങ്കിലും ഹറാമുകളിലേക്ക്, എന്തെങ്കിലും അരുതായ്മകളിലേക്ക് പോകുമ്പോൾ ഒരു മുഅ്മിനാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നിന്നൊരു അസ്വസ്ഥതയും പേടിയും ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനി ഇസ്രായേലികളിൽപ്പെട്ട 3 സഹോദരന്മാരുടെ ചരിത്രം, 3 മനുഷ്യരുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ യാത്രക്കിടയിൽ അവരൊരു ഗുഹയിൽ അകപ്പെട്ടു. അതിലൊരു സഹോദരൻ അല്ലാഹുവിനോട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, എന്റെ അറിവില്ലായ്മയുടെ കാലത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. ഒരു ദിവസം സാമ്പത്തികമായ വല്ലാത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായപ്പോ ആ പെൺകുട്ടി എന്റെ അടുക്കൽ വന്നിട്ട് സഹായം ചോദിച്ചു. ഞാൻ കടം കൊടുക്കാമെന്ന് പറഞ്ഞു, അത് തിരിച്ചു തരണ്ട, പക്ഷേ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, അത് നീ സഫലമാക്കി തരണം. മനസ്സോടെ ആ പെൺകുട്ടി അതിന് തയ്യാറായി. അങ്ങനെ അതിന് തയ്യാറായി ആ ശാരീരികമായ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് ജനാലകളും അതിന്റെ വാതിലുകളുമെല്ലാം കൊട്ടിയടക്കപ്പെട്ടു. വ്യഭിചാരത്തിലേക്ക്, പാപകൃത്യത്തിലേക്ക് പോകുന്ന ആ മൂർധന്യമായ സന്ദർഭത്തിൽ ആ പെൺകുട്ടി പറഞ്ഞു, സഹോദരാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? ആ പെൺകുട്ടി എന്നോട് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ എന്റെ വിചാരങ്ങളെയൊക്കെ ഞാൻ അടക്കി ഒതുക്കിക്കൊണ്ട് ഞാൻ ആ വ്യഭിചാരത്തിൽ നിന്ന് മാറിയത് അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ള പേടിയാണ്, നിന്നെ കുറിച്ചുള്ള പേടിയാണ് റബ്ബേ. അവിടെയാണ് പരിശുദ്ധ റമദാനിൽ നാം മനസ്സിലാക്കേണ്ടത്. റമദാനിന്റെ അകക്കാമ്പ് തഖ്വയാണ്. പരപുരുഷ ബന്ധങ്ങളിൽ നിന്നും പരസ്ത്രീ ബന്ധങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, അന്നൻ നഫ്സ അമ്മാറത്തുൻ ബിസ്സൂ, ചീത്ത കാര്യങ്ങളിലേക്ക് ചായുന്ന പ്രകൃതത്തിലാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനാണ് സഹോദരങ്ങളെ? അല്ലാഹു നമ്മെ പരിശോധിക്കാൻ,
നമ്മുടെ ഈമാൻ, നമ്മുടെ തഖ്വയെ അളക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, അന്നൻ നഫ്സ അമ്മാറത്തുൻ ബിസ്സൂ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ അടക്കപ്പെട്ട് ജയിലിൽ നിന്ന് മോചിതമാകാനുള്ള സമയമായപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ജയിലിൽ നിന്ന് മോചിതനാവുകയില്ല. എന്റെ മേൽ ഒരു കുറ്റം ആരോപിച്ചിട്ടുണ്ട്. ഞാനൊരു സ്ത്രീയെ കടന്നു പിടിച്ചു എന്ന് പറഞ്ഞാണ് എന്നെ ജയിലിൽ അടക്കപ്പെട്ടത്. എന്നെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോ എന്താണ് ഞാൻ ആ കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് വരണം. ആ ഭരണാധികാരി ആ സ്ത്രീയെ വിളിച്ചു വരുത്തി. ആ സമയം ആ സഹോദരി പറഞ്ഞു, കുറ്റവാളി ഞാനാണ്. ആ സമയത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഞാൻ എന്റെ സ്വന്തം ശരീരത്തെ വിശുദ്ധനായി ഞാൻ സമയുന്നില്ല. അന്നൻ നഫ്സ അമ്മാറത്തുൻ ബിസ്സൂ. മനുഷ്യരുടെ മനസ്സിന്റെ ഇച്ഛകൾ ചീത്തയിലേക്ക് ചായുന്ന പ്രകൃതത്തിലാണ്. ഇല്ലാ മാ റഹിമ റബ്ബി. അല്ലാഹു കരുണ ചെയ്ത ഹൃദയം ഒഴികെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ കരുണ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മെ വ്യഭിചാരത്തിലേക്ക് ഒരു സഹോദരി, ഒരു പെണ്ണ് വിളിച്ചാലും, വ്യഭിചാരത്തിലേക്ക് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിളിച്ചാലും, അല്ലെങ്കിൽ വാട്സാപ്പ് ചാറ്റിങ്ങിലൂടെ ഒരു അടുപ്പം നമ്മളിലേക്ക് അടുപ്പം കാണിച്ചാലും, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ദുഷിച്ച വിചാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടാകും. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മുടെ ഇച്ഛകളെ കടിഞ്ഞാണിടുന്നതാണ്. റോഡിൽ ഒരു മനുഷ്യനുമായിട്ട് പെട്ടെന്ന് വാക്കുതർക്കമായി. നോമ്പുകാരനാണ്. പെട്ടെന്ന് പ്രകോപിതനാകുന്നതിനിടയിൽ അയാളെ ഒന്ന് പിടിച്ചു തള്ളി. അയാൾ താഴെ വീണ് മരണപ്പെട്ടാൽ നമ്മുടെ ഇച്ഛകളെ ഒതുക്കി നിർത്താൻ കഴിയാതെ നാം കൽപ്പുറങ്ങളിൽ അടക്കപ്പെടുമ്പോ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക്, മനുഷ്യത്വത്തിന്റെ മഹിതമായ രൂപത്തിലേക്ക് ഈ 30 ദിവസങ്ങൾ നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ആ ഇച്ഛകളെ ഒതുക്കി നിർത്താൻ നമുക്ക് കഴിയണം. കേരളത്തിലെ പ്രശസ്തമായ ഒരു ജയിലിലുള്ള കുറ്റവാളികളും ആ ടൗണിലുണ്ടായിരുന്ന ഒരു ക്യാൻസർ സെന്ററിലെ രോഗികളുമായിട്ടൊരു സംഭാഷണം ഉണ്ടായിരുന്നു. ജയിൽ അധികൃതർ ഇതിനുള്ളൊരു സംവിധാനം ഒരുക്കി കൊടുത്തു. ആ ക്യാൻസർ രോഗികൾ പോയിട്ട്, ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരുപാട് വേദനകൾ സഹിച്ച്, ഒരുപാട് സാമ്പത്തികമായ ചിലവുകൾ സഹിച്ച്, ഞങ്ങളുടെ ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടൊപ്പം ജീവിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നു. പക്ഷേ നിങ്ങൾക്കൊരു രോഗവുമില്ല, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്. പലരെയും കൊല ചെയ്യപ്പെട്ട്, മോഷണം നടത്തി, ഹീനകൃത്യങ്ങൾ നടത്തി കഠിന തടവിന് വിധിക്കപ്പെട്ടവരാണ് എന്ന് സംസാരിക്കുമ്പോ ആ ജയിൽ പുള്ളികൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ചാലിട്ട് ഒഴുകുന്നു. സത്യത്തിൽ ഈ ഒരു പരിവർത്തനമാണ് സഹോദരങ്ങളെ ഈ പരിശുദ്ധ റമദാനിലൂടെ നമുക്കുണ്ടാകേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. പരിശുദ്ധ റമദാനിന്റെ അബർക്കാമ്പ് ഈ തഖ്വയാണ്. ഈ തഖ്വ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു ചെറിയൊരു ശാരീരിക പ്രശ്നം വന്നു, ഒരു പനി വന്നിട്ട് ഒരാഴ്ചയായിട്ടും 2 ആഴ്ചയായിട്ടും നമ്മുടെ ഒരു ലൂസ് മോഷൻ മാറുന്നില്ല. യാത്ര പോകാൻ ബുദ്ധിമുട്ട്, വളരെ പ്രയാസപ്പെട്ട് ഒരു ദൂരെ യാത്ര ചെയ്ത് ഒരു ഡോക്ടറെ പോയി കണ്ടു. 3-4 ദിവസം ആ മെഡിസിൻ കഴിച്ചിട്ടും നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, എന്റെ രോഗത്തിന് വല്ല കുറവുണ്ടോ? ആ രോഗത്തിനൊരു കുറവുമില്ല. വീണ്ടും പഴയതുപോലെ തന്നെയാണ് നമ്മുടെ ശാരീരിക അവസ്ഥയെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദനയും നീറ്റലും എത്രയായിരിക്കും സഹോദരങ്ങളെ? പരിശുദ്ധ റമദാൻ 4 ദിവസമായിട്ടും നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ മനസ്സിനോട് നാം ചോദിക്കേണ്ടത്, എന്നിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? എന്ത് പരിവർത്തനമാണ് ഉണ്ടായത്? മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒന്നാമതായി പറഞ്ഞത്, തഖ്വയുടെ ഒന്നാമത്തെ അടയാളം അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ്.
രണ്ടാമത്തെ അടയാളമായി മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വൽ അമലു ബിത്തൻസീൽ, പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. വൽ അമലു ബിത്തൻസീൽ, ഈ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം പരിശുദ്ധ റമളാനിലാണ് സഹോദരങ്ങളെ. ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ ഖുർആൻ അവതീർണമായ മാസം പരിശുദ്ധ റമളാനിലാണ്. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കൊക്കെയും സന്മാർഗമായിക്കൊണ്ട്, ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് മാത്രമല്ല, ഹുദൽ ലിന്നാസ്, ഭൂമിയിലെ 800 കോടി മനുഷ്യർക്കും ഇത് ഹുദയാണ്. അങ്ങനെ സന്മാർഗത്തിന്റെ വെളിച്ചവുമായി കടന്നു വന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ അവതരണം പരിശുദ്ധ റമളാനിലാണ്. ആ പരിശുദ്ധ റമളാനിൽ അവതരിച്ച പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം മുസ്ലിമീങ്ങളിലേക്ക് മാത്രമല്ല, സഹോദര സമുദായ അംഗങ്ങളിലേക്കും നമ്മുടെ മറ്റുതര മതസ്ഥരിലേക്കും അതിന്റെ വെളിച്ചമുണ്ടാകുന്നു. മഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സഹോദര സമുദായത്തിൽപ്പെട്ട വലിയൊരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ സഹോദരൻ അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനങ്ങൾ ഓരോന്നിങ്ങനെ പൂട്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോ സാമ്പത്തികമായ വലിയ ബാധ്യതയായി തന്റെ കുഞ്ഞു മക്കളെയും ഭാര്യയെയും ചേർന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവൻ തീരുമാനിച്ചു. പക്ഷെ ആ സഹോദരന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, അദ്ദേഹത്തിന്റെ കോളേജ് ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോ ബൈബിളിന്റെ സന്ദേശങ്ങൾ ഇടാറുണ്ട്, ഭഗവത്ഗീതയുടെ സന്ദേശങ്ങൾ ഇടാറുണ്ട്. എന്നാൽ ആത്മഹത്യക്ക് വിഷം വാങ്ങി ഓഫീസിൽ വെച്ചിട്ട് ഇന്ന് രാത്രി ഞാനും എന്റെ പൊന്നു മക്കളും ഭാര്യയും ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ച ആ ദിവസം വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്, അതിന്റെ പരിഭാഷയാണ് അദ്ദേഹം വായിക്കുന്നത്. ഏതായിരുന്നു ആ സഹോദരങ്ങളെ ആ വിശുദ്ധ ഖുർആനിലെ വചനം? വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല ചെയ്യപ്പെടരുതേ. നഹ്നു നർസുഖുഹും വഇയ്യാകും, ഞാനാണ് അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നത്. ദാരിദ്ര്യം കാരണം, കടം കാരണം ആത്മഹത്യയിലേക്ക് ഏർപ്പെടാൻ പോയ സഹോദര സമുദായത്തിൽപ്പെട്ട ആ വ്യക്തി വിശുദ്ധ ഖുർആൻ വായിക്കാൻ അറിയില്ല. അതിന്റെ പരിഭാഷ അദ്ദേഹം വായിക്കുമ്പോ, ഈ വചനം അദ്ദേഹം വായിക്കുമ്പോ, ആകാശങ്ങളുടെ ലോകത്തിന്റെ നാഥൻ എന്നോട് വന്ന് സംസാരിക്കുന്നത് പോലെ ആ മനുഷ്യന് അത്ഭുതപ്പെടുകയും ആ മനുഷ്യൻ പരിവർത്തനം ചെയ്യപ്പെടുകയും ഇന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രബോധകനും പ്രചാരകനുമായി അദ്ദേഹം ആത്മഹത്യയിൽ നിന്ന് മാറിപ്പോകുമ്പോ നാം ചിന്തിക്കേണ്ടത്, ഈ വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായിട്ടുള്ള എത്രയോ പേരാണ് ആത്മഹത്യയിലേക്ക് ഏർപ്പെടുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ റമളാനിന്റെ മാസപ്പിറവി ദർശിച്ച് എന്റെ വീട്ടിലേക്ക് ഞാൻ വാഹനവുമായി ചെല്ലുമ്പോൾ അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നു. നോക്കുമ്പോൾ ഒരു മുസ്ലിമായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തോ അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണം ഉണ്ടായപ്പോ പെട്ടെന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ഇതിന്റെ എല്ലാം കാരണം പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. റമളാനിൽ ഇമാമിന്റെ പിന്നിൽ നിന്ന് വിശുദ്ധ ഖുർആൻ നാം കേൾക്കുന്നു, പാരായണം ചെയ്യുന്നു. നമ്മുടെ മൊബൈലിൽ നാം ഖുർആൻ പാരായണം ചെയ്യുന്നു. അതിന്റെ അർത്ഥവും ആശയവും എന്താണ് എന്ന് നമ്മൾ അറിയുന്നില്ല. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് പോലൊരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ, ഏത് പ്രയാസത്തിലും ഏത് ദുഃഖത്തിലും ആര് നമ്മെ ഒഴിവാക്കിയാലും ചേർത്തു പിടിക്കുന്ന എന്റെ നാഥൻ എന്റെ കൂടെയുണ്ട് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥവും ആശയവും പഠിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരത്തിൽ ഇമാം ഒരു ജുസ് പാരായണം ചെയ്യുമ്പോൾ അന്ന് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചിട്ട് തറാവീഹിൽ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ അള്ളാഹു സംസാരിക്കുന്നത് ഇന്ന വിഷയങ്ങളെ കുറിച്ചാണ്. വിശുദ്ധ റമളാനിന്റെ ഈ നോമ്പ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
നമ്മുടെ ഈ പരിശ്രമങ്ങളും ഈ അധ്വാനങ്ങളും നമ്മുടെ ഖബറിലും നമ്മുടെ പരലോകത്തും നമുക്ക് പ്രയോജനകരമാകണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉപാധി നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ ശരിയാകണം എന്നുള്ളതാണ് സഹോദരങ്ങളെ. നമ്മുടെ അഖീദയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞ് തകർന്നു പോകും. അല്ലാഹുവിന്റെ റസൂലിനോട് പോലും പറഞ്ഞത് ലൈൻ അശ്റഖത ലയഹ്ബതന്ന അമലുക വലതകൂനന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂലേ, ലൈൻ അശ്റഖത, താങ്കളിൽ ശിർക്ക് സംഭവിച്ചാൽ, ബഹുദൈവ ആരാധനയുടെ കണിക താങ്കളിൽ സംഭവിച്ചാൽ, ലയഹ്ബതന്ന അമലുക, താങ്കളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, വലതകൂനന മിനൽ ഖാസിരീൻ, താങ്കൾ പരാജിതരിൽപ്പെട്ടു പോകും. നബിയെ, അല്ലാഹുവിന്റെ റസൂലിനോട് പോലും നമ്മുടെ കർമ്മങ്ങളുടെ അകക്കാമ്പ് തൗഹീദാണ്, വിശ്വാസമാണ്. സഹോദരങ്ങളെ, ആ റബ്ബിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും, ഹോസ്പിറ്റലിലും ഐസിയുവിലും വെന്റിലേറ്ററിലും നമ്മെ കാക്കാനും നമ്മെ രക്ഷിക്കാനും നമ്മെ സംരക്ഷിക്കാനും അല്ലാഹു അല്ലാതെ ഖബറിൽ കിടക്കുന്ന, ജാലങ്ങളിൽ കിടക്കുന്ന ഔലിയാക്കളോ മനുഷ്യരോ പ്രവാചകന്മാരോ നമ്മെ സംരക്ഷിക്കുകയില്ല. സഹോദരങ്ങളെ, അന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകളൊക്കെ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫലാ തദ്ഉ, അവിടെ നിങ്ങൾ തേടരുത് മഅല്ലാഹി അഹദ, അല്ലാഹുവിന് പുറമെ ഒന്നിനോടും നിങ്ങൾ സഹായം തേടരുത്. അല്ലാഹു അല്ലാതെ നമുക്കൊരു മഹാനും, നമുക്കൊരു ഖബറാളിയും, നമുക്കൊരു പ്രവാചകനും, നമുക്കൊരു മലക്കും ഒരു ജിന്നും നമ്മെ സഹായിക്കാനില്ല. നമ്മെ സഹായിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന ഒരു അഖീദയാണ് നമ്മുടെ കർമ്മങ്ങളുടെ അകക്കാമ്പ്. അതാണ് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചപ്പോ നമ്മൾ ഒന്നാമതായി പഠിച്ചത് ഷഹാദത്ത് കലിമയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ബിൽഡിങ്ങിന്റെ മേളിലാണ് നമസ്കാരം, ആ ബിൽഡിങ്ങിന്റെ മേളിലാണ് സകാത്ത്, ആ ബിൽഡിങ്ങിന്റെ മേളിലാണ് നോമ്പും ഹജ്ജും. ഈ ഷഹാദയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ കർമ്മങ്ങളൊക്കെയും ലയഹ്ബതുന്ന അമലുക, നബിയെ, താങ്കളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞെങ്കിൽ 2026 ജീവിക്കുന്ന നമ്മളോട് ഏതെങ്കിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നൂലുകളിലും മേഘസകളിലും ജാറങ്ങളിലും ഒക്കെയാണ് നമ്മളുടെ വിശ്വാസമെങ്കിൽ, നമ്മളുടെ അഖീദയെങ്കിൽ, സത്യത്തിൽ സഹോദരങ്ങളെ, റസൂൽ നമ്മെ പഠിപ്പിച്ച ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. ആ ഷഹാദത്തുൽ കൊണ്ട് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും, കോവിഡ് വന്ന് ഒരു മാതാവ് മരണത്തിന്റെ സമയത്ത്, മരണപ്രാണവുമായി ബന്ധപ്പെടുന്ന സമയത്ത് 1 മാസമായി ഹോസ്പിറ്റലിലായിരുന്നു. ഹൈന്ദവയായ ആ ഡോക്ടർ ഈ രോഗിക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ആ സഹോദരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആ സമയത്ത് ഈ മരണാസന്നമായ വിശ്വാസിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ തൗഹീദും തഖ്വയും ഉള്ളവർ ആണെങ്കിൽ മരണസമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് വേർപെടുന്ന സമയത്തും ഈമാനോടുകൂടി, നിർഭയത്വത്തോടുകൂടി നോമ്പുകാർ കടന്നു പോകുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ 4ാം ദിവസമായ ഇന്ന് ഇപ്രകാരം ഒരു നസീഹത്തിന് സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്ന നമ്മുടെ പാളയം ജുമാ മസ്ജിദ് കമ്മിറ്റിക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു.